நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങും. ഓ പിന്നെ എന്റെ ഡ്രസ്സ് മുഴുവൻ ഇതിനുള്ളിലാ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടെ വന്നേ പറ്റൂ. ഓ പിന്നെ വന്നാലേ വന്നതുപോലെ തിരിച്ചു പോവാനും എനിക്കറിയാം. എന്നാ കാണാം. ആ കാണാം. കടിക്കും ഞാൻ. അയ്യോ അയ്യോ അയ്യോ, അവിടെ തലയിരുന്നപ്പോ എന്റെ സ്മെല്ല് കൂടി. എന്റെ ആഞ്ജനേയ, കാത്തോണേ കാത്തോണേ. നീ പറയുന്നൊക്കെ ശരിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. വസു തന്നെയാവും രേണുക ഉപയോഗിച്ച് നിധിയെ പ്രകോപിപ്പിച്ചത്. എന്നാലും നിധിക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ? അവൾ ആ പ്രതിജ്ഞ എടുത്തത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. നടന്നതൊക്കെ നടന്നു, ഇനി എന്ത് ചെയ്യാനാ? ഗോപിയേട്ടനൊരു വഴി പറഞ്ഞതാ. ഇനി താലികെട്ട മുഹൂർത്തം ഒന്നും നോക്കണ്ട. എങ്ങനെയെങ്കിലും അവർ ഒന്നിക്കട്ടെ. നിർബന്ധമാണെങ്കിൽ താലികെട്ടതിന് ശേഷം നടത്താം. ഞാനും ഇത് തന്നെയാ വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ നിധി എങ്ങനെ അതിലോട്ട് എത്തിക്കും? പുരാണങ്ങളിലൊക്കെ സന്യാസിമാരുടെ തപസ് മുടക്കാൻ കാമധേനെ വിളിക്കുന്നൊരു പരിപാടിയുണ്ട്. മൂപ്പര് വന്ന് പുഷ്പഭാവന ചെയ്ത് മനസ്സിളക്കും. നിധിയുടെ കാര്യത്തിൽ അത് വേണ്ടിവരുമെന്നാ എനിക്ക് തോന്നുന്നത്. ദേ, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ വലിച്ച തമാശയൊന്നും പറയല്ലേ. എന്ത് വേണം? അത് നിനക്കറിയില്ലേ? പതിവുള്ളത് തന്നെ തന്നാ മതി. യൂ, ഞാൻ നിങ്ങളോടല്ല ഇവളോടാ ചോദിച്ചത്. ഓ